ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ഇൻസ്റ്റഗ്രാമിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ച പുതിയ ആപ്പുമായി ബ്ലൂ സ്കൈ. ഫ്ലാഷ് എന്ന ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പിന് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ആപ്പ് സ്റ്റോറിൽ 24 മണിക്കൂറിനകം 30,000 ഡൗൺലോഡുകൾ ഈ സ്വതന്ത്ര ആപ്പിന് ലഭിച്ചു. ഫ്ലാഷിന്റെ ആൻഡ്രോയിഡ് ആപ്പ് എപ്പോൾ പുറത്തിറങ്ങുമെന്ന വ്യക്തമല്ല. ഇൻസ്റ്റഗ്രാമിനോട് ഏറെ സാമ്യതകളുള്ള ഫോട്ടോ വീഡിയോ ഷെയറിംഗ് ആപ്പാണ് ബ്ലൂ സ്കൈ പുറത്തിറക്കിയ ഫ്ലാഷ്. അമേരിക്കയിലെ ഇലോൺ മസ്കിന്റെ എക്സിൽ നിന്ന് അനവധി ഉപയോക്താക്കളെ സ്വന്തമാക്കിയ സ്വതന്ത്ര മൈക്രോ ബ്ലോഗിംഗ് സോഷ്യൽ മീഡിയ സേവനമായ ബ്ലൂ സ്കൈയാണ് ഫ്ലാഷ് ആപ്പിന്റെ ശില്പികൾ. 2.5 കോടിയിലധികം യൂസർമാരുള്ള ഓപ്പൺ സോഴ്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ബ്ലൂ സ്കൈ. ബ്ലൂ സ്കൈയുടെ ഡീസെൻട്രലൈസ്ഡ് IT പ്രോട്ടോകോൾ അനുസരിച്ച് സ്വതന്ത്രമായി ബെർലിനിൽ നിന്നുള്ള ഡെവലപ്പറായ സെബാസ്റ്റ്യൻ വോഗൽസാങ് ആണ് ഫ്ലാഷ് രൂപകൽപ്പന ചെയ്തത്. ഇൻസ്റ്റഗ്രാമിന്റെ ഇന്റർഫേസിനോട് ഏറെ സാമ്യതകൾ ഫ്ലാഷിനുണ്ട്. 4 ഫോട്ടോ വരെയും 1 മിനിറ്റ് വരെ ദൈർഘ്യത്തിൽ വീഡിയോയും ഫ്ലാഷിൽ അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റയിലെ പോലെ തന്നെ ആപ്പിനുള്ളിലെ ഫിൽറ്ററുകളും എഡിറ്റിംഗ് ടൂളുകളും ഉപയോഗിക്കാം. ഫ്ലാഷിൽ ഇടുന്ന പോസ്റ്റുകൾ ഓട്ടോമാറ്റിക്കായി ബ്ലൂ സ്കൈയിലും ലഭ്യമാകും. ഇരു ആപ്പുകൾ വഴിയും റിയാക്ഷനും കമന്റും നൽകാമെന്ന സവിശേഷതയുമുണ്ട്. ഇപ്പോൾ സൗജന്യമായി ലഭ്യമാകുന്ന ഫ്ലാഷിൽ പണം നൽകി ഉപയോഗിക്കാൻ കഴിയുന്ന ചില പ്രീമിയം ഫീച്ചറുകളും പ്രത്യക്ഷപ്പെട്ടേക്കാമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനപ്രിയ വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോമായ സ്കൈപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി മൈക്രോസോഫ്റ്റ്. നീണ്ട 22 വർഷത്തെ സേവനത്തിന് ശേഷമാണ് സ്കൈപ്പ് ഉപഭോക്താക്കളിൽ നിന്ന് വിട പറയുന്നത്. മൈക്രോസോഫ്റ്റിന്റെ ടീംസ് ആപ്പിന്റെ കടന്നുവരവോടെയാണ് സ്കൈപ്പ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. മെയ് മാസത്തിൽ സ്കൈപ്പ് നിർത്തലാക്കുമെന്നും ചില സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് ടീംസിലേക്ക് മാറ്റുമെന്നും അധികൃതർ അറിയിച്ചു. വർക്ക് സ്പേസ് ചാറ്റ്, വീഡിയോ കോൺഫറൻസിംഗ്, ഫയൽ സ്റ്റോറേജ് തുടങ്ങിയ സേവനങ്ങളാണ് ടീംസ് നൽകുക. സ്കൈപ്പ് ഉപയോക്താക്കൾക്ക് അവരുടെ നിലവിലുള്ള അക്കൗണ്ട് ഉപയോഗിച്ച് ടീമുകളിലേക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഇതു സംബന്ധിച്ച അറിയിപ്പ് ഉടൻ തന്നെ സ്കൈപ്പിന്റെ ഉപയോക്താക്കൾക്ക് ദൃശ്യമായേക്കുമെന്നാണ് വിവരം. ലോകത്തിലെ ആദ്യ വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനങ്ങളിലൊന്നായ സ്കൈപ്പ് 2003 ലോഞ്ച് ചെയ്തത്. നിക്ലാസ് സെൻസ്ലോം, ജാനസ് ഫ്രീസ് എന്നീ വ്യവസായ സംരംഭകരായിരുന്നു ഈ വീഡിയോ ടെലിഫോണി പ്ലാറ്റ്ഫോമിന്റെ ശില്പികൾ. വീഡിയോ കോൺഫറൻസ്, വോയിസ് കോൾ, ഇൻസ്റ്റന്റ് മെസ്സേജിംഗ്, ഫയൽ ട്രാൻസ്ഫർ സേവനങ്ങൾ എന്നിവയാണ് ആപ്പ് ഉപയോക്താക്കൾക്ക് നൽകിയിരുന്ന സേവനങ്ങൾ. വിവിധ ഡെസ്ക്ടോപ്പ്, മൊബൈൽ വെർഷനുകളിൽ ലഭ്യമായിരുന്ന സ്കൈപ്പ് 2011 മൈക്രോസോഫ്റ്റ് $8.5 ബില്യൺ ഏറ്റെടുത്തതോടെ പ്ലാറ്റ്ഫോം ഏറെ വളർന്നു. വിൻഡോസ് ലൈവ് മെസ്സഞ്ചറിന് പകരക്കാരൻ എന്ന നിലയ്ക്കായിരുന്നു ഈ ഏറ്റെടുക്കൽ. ഇതോടെ ലോകമാകെ വലിയ ഖ്യാതിയും സ്കൈപ്പ് നേടി. ആഗോളതലത്തിൽ ഏകദേശം 170 ദശലക്ഷം ആളുകൾ സ്കൈപ്പ് ഉപയോഗിച്ചിരുന്നുവെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഫെബ്രുവരിയിൽ ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ വിൽപ്പന ഇടിഞ്ഞതായി റിപ്പോർട്ട്. മൊത്തം വാഹന വിതരണം വാർഷികാടിസ്ഥാനത്തിൽ 3% കുറഞ്ഞ് 58,727 യൂണിറ്റായി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കമ്പനി 60,501 യൂണിറ്റുകൾ വിറ്റഴിച്ചിരുന്നതിൽ നിന്നാണ് ഇത്തവണ അത് 58,727 കുറഞ്ഞത്. ആഭ്യന്തര വിപണിയിൽ കഴിഞ്ഞ മാസം 47,727 യൂണിറ്റുകൾ ഡീലർമാർക്ക് അയച്ചു. 2024 ഫെബ്രുവരിയിലെ 50,201 യൂണിറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 5% ഇടിവ്. അതേസമയം കയറ്റുമതി വിൽപ്പന 10,300 യൂണിറ്റ് ആയിരുന്നതിൽ നിന്ന് ഈ വർഷം 11,000 യൂണിറ്റായി ഉയർന്നു. നികുതി പരിഷ്കാരങ്ങൾക്കും ആഗോള വെല്ലുവിളികൾക്കുമിടയിലും വിപണിക്ക് ആവശ്യമായ ഡിമാൻഡ് വർദ്ധിപ്പിക്കുമെന്ന ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ ഹോൾ ടൈം ഡയറക്ടറും സിഇഒയുമായ തരുൺ ഗാർഗ് പറഞ്ഞു. പ്രധാന കയറ്റുമതിക്കാരെന്ന നിലയിൽ കമ്പനിയുടെ സ്ഥാനം നിലനിർത്തുന്നത് ഹ്യുണ്ടായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇ-കൊമേഴ്സ് കമ്പനിയായ ഫ്ലിപ്കാർട്ട് അവരുടെ ഉപവിഭാഗമായ ANS കൊമേഴ്സ് അടച്ചുപൂട്ടി. ഏറ്റെടുത്ത 3 വർഷത്തിന് ശേഷമാണ് ഗുരുഗ്രാം ആസ്ഥാനമായുള്ള സമ്പൂർണ്ണ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടുന്നത്. ANS കൊമേഴ്സ് ഉപഭോക്താക്കൾക്ക് നേരിട്ടുള്ള സേവനങ്ങളായിരുന്നു നൽകിയിരുന്നത്. ഉൽപ്പന്നം ഓൺലൈനായി വിൽക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മാർക്കറ്റിംഗ് ഉപകരണങ്ങൾ, വെയർഹൌസിംഗ് തുടങ്ങിയ എല്ലാ പിന്തുണയും ANS നൽകിയിരുന്നു. ഇപ്പോൾ കമ്പനിയിലെ എല്ലാ ജീവനക്കാരെയും പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ട്. 2017 സ്ഥാപിതമായ കമ്പനിയെ 2022 ഫ്ലിപ്കാർട്ട് ഏറ്റെടുക്കുന്നത്. അതിനുശേഷം വികസനം പ്രാപിച്ച സ്ഥാപനം ജാക്ക് ആൻഡ് ജോൺസ്, വെറോമോഡ, HUL, പിരമൽ, ലാക്മി, നിവിയ, ഓസിയ, സിയറ്റ്, ബെക്കനർവാല എന്നിവയുൾപ്പെടെ 100-ലധികം ബ്രാൻഡുകളുമായി സഹകരിക്കുന്നുണ്ട്. ഇതുവരെ 6 ലക്ഷത്തിലധികം ഓർഡറുകൾ കമ്പനി നിറവേറ്റിയതായാണ് റിപ്പോർട്ട്. പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ജീവനക്കാരും ഉപഭോക്താക്കളും ഉൾപ്പെടെ എല്ലാ പങ്കാളികൾക്കും സുഗമമായ മാറ്റം ഉറപ്പാക്കാനും പ്രതിജ്ഞാബദ്ധരാണെന്ന് കമ്പനി പറഞ്ഞു. ANS കൊമേഴ്സ് അടച്ചുപൂട്ടുമ്പോൾ ജീവനക്കാർക്കുണ്ടാകുന്ന പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് ചില പദ്ധതികളും ഫ്ലിപ്കാർട്ട് ആസൂത്രണം ചെയ്യുന്നുണ്ട്.
ഇതനുസരിച്ച് ഫ്ലിപ്കാർട്ടിൽ മറ്റ് അവസരങ്ങൾ, ഔട്ട്പ്ലേസ്മെന്റ് സേവനങ്ങൾ, സെവറൻസ് പാക്കേജുകൾ എന്നിവ അടച്ചുപൂട്ടിയ വിഭാഗത്തിലെ ജീവനക്കാർക്ക് വാഗ്ദാനം ചെയ്യും. 2022 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിൽ ANS കൊമേഴ്സിന് 600 ജീവനക്കാരുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഫ്ലിപ്കാർട്ട് ഒരു പൊതു ലിസ്റ്റിംഗിനായി തയ്യാറെടുക്കുന്ന സാഹചര്യത്തിലാണ് അടച്ചുപൂട്ടൽ എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ദൈർഘ്യമേറിയ റേഞ്ചുള്ള ഇലക്ട്രിക് ഓട്ടോയുമായി ബജാജ് ഗോഗോ എന്ന പുതിയ ബ്രാൻഡിലാണ് കമ്പനി ഉൽപ്പന്നങ്ങൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഗോഗോ ബ്രാൻഡിന് കീഴിൽ പാസഞ്ചർ, കാർഗോ വിഭാഗങ്ങൾക്കായി വിവിധതരം ഇലക്ട്രിക് ഓട്ടോകൾ ബജാജ് പുറത്തിറക്കും. ഗോഗോ ശ്രേണിയിലുള്ള ഓൾ ഇലക്ട്രിക് 3 വീലറുകളുടെ ലോഞ്ച് ഈ വിഭാഗത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുമെന്ന് ബജാജ് ഓട്ടോയുടെ ഇൻട്രാസിറ്റി ബിസിനസ് യൂണിറ്റ് പ്രസിഡന്റ് സമർദീപ് സുബന്ദ് പറഞ്ഞു. 251 കിലോമീറ്റർ വരെ സർട്ടിഫൈഡ് റേഞ്ച്, സെഗ്മെന്റ് ഫസ്റ്റ് സവിശേഷതകൾ, വിശ്വസനീയമായ ബജാജ് വിശ്വാസ്യത, സേവനം എന്നിവയുപയോഗിച്ച് വരുമാനം പരമാവധിയാക്കാനും ഡൗൺ ടൈമിന്റെയും അറ്റകുറ്റപ്പണിയുടെയും ബുദ്ധിമുട്ട് കുറയ്ക്കാനും ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് ബജാജ് ഗോഗോ സമഗ്രമായ ഒരു പരിഹാരം നൽകുമെന്നും കമ്പനി പറയുന്നു. P45009, P5012, P7012 എന്നിങ്ങനെ 3 വകഭേദങ്ങളിലായാണ് ബജാജ് ഗോഗോ ലഭ്യമാവുക. തുടക്കത്തിൽ P4, P5009, P7012 മോഡലുകൾ വിപണിയിൽ അവതരിപ്പിച്ചു. ഇവയുടെ എക്സ് ഷോറൂം വില യഥാക്രമം 3,26,797 രൂപയും 3,83,004 രൂപയുമാണ്. 2 സ്പീഡ് ഓട്ടോമേറ്റഡ് ട്രാൻസ്മിഷൻ, ഓട്ടോ ഹസാർഡ്, ആന്റി റോൾ ഡിറ്റക്ഷൻ, ശക്തമായ LED ലൈറ്റുകൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റന്റ് എന്നിവയാണ് ബജാജ് ഗോഗോ 3 വീലറിന്റെ സവിശേഷതകൾ. ഈ ബ്രാൻഡിലൂടെ ഇലക്ട്രിക് 3 വീലർ വിഭാഗത്തിലെ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് ബജാജ് പറയുന്നു. കൂടുതൽ സവിശേഷതകൾ ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്ക് റിമോട്ട് ഇമ്മൊബിലൈസേഷൻ, റിവേഴ്സ് അസിസ്റ്റ്, മറ്റ് നിരവധി നൂതന സവിശേഷതകൾ എന്നിവയോടെ പ്രീമിയം ടെക് പാക്കും ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.